मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എടാ ജോർദാറെ, നീ എന്താ നഗരസഭയിൽ ജോലി ചെയ്യണോ? എപ്പോ നോക്കിയാലും വൃത്തിയാക്കിക്കൊണ്ട് നടക്കാനല്ലോ. എടാ മാഡം ടൂറിന് പോയിരിക്കല്ലേ, നീ അടിച്ചു പൊളിക്കേ. ഞങ്ങളെ പോലെ ഉറങ്ങാൻ നോക്ക്. കുറച്ച് സമയത്തിനുള്ളിൽ ഞാനങ്ങ് സ്വർഗത്തിലെത്തും. എടാ നിനക്കിങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? കുഞ്ഞുനാൾ മുതലേ നമ്മൾ രണ്ടുപേരും കൂട്ടുകാരല്ലേ, എന്നിട്ട് സ്വപ്നത്തിൽ നീ മാത്രം സ്വർഗത്തിൽ പോയാൽ എങ്ങനെയാ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. നിന്നെ പോലെ വേറെ വല്ല ഉരുപ്പടി ഉണ്ടോ നിന്റെ വീട്ടില്? ഇവിടെ പെട്ടെന്നൊന്ന് വാ, ഇങ്ങോട്ട് വന്നൊന്ന് നോക്കിക്കേ. അല്ല, ഇവര് മുഖംമൂടിയൊക്കെ ഇട്ട് കന്നയുടെ വീട്ടിലേക്ക് എന്തിനാ പോകുന്നത്? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മുഖംമൂടിയിട്ട് വീട്ടിലേക്ക് മോഷ്ടിക്കാനായി പോകുന്നത്? അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. സംശയമുണ്ടോ? എടാ കന്ന കല്യാണത്തിന് വേണ്ടി പോയിരിക്കുക. കിറ്റി വീട്ടിൽ തനിച്ചേള്ളൂ. അവളെങ്ങനെ തനിച്ചാവുന്നത്? ഇത്രയും കള്ളന്മാര് വീടിനകത്തേക്ക് പോയിരിക്കല്ലേ. എടാ മണ്ട, അവന്മാരൊക്കെ കള്ളന്മാരാ. കിറ്റി തനിച്ചാള്. അവളുടെ ജീവൻ ആപത്തിലാ. വേഗം വാ, കിറ്റി രക്ഷിച്ചേ മതിയാകൂ. വേഗം വാ, വേഗം വാ. വേഗം വാ. സ്വന്തമായിട്ട് ചിന്തിക്കാൻ നോക്ക്. എന്നെ പോലെ പറക്കാൻ ശ്രമിക്കരുത്. ഞാൻ തത്തയാണ്, തത്ത. സംശയമുണ്ടോ? സംസാരം നിർത്ത. വേഗം വാ, കിറ്റി ആപത്തിലാ. പേടിക്കണ്ട കിറ്റി, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്താടാ ഇതൊക്കെ? നമ്മൾ വന്നത് കണ്ടതിനെ കിട്ടി പേടിക്കുന്നത്? നമ്മളെ രക്ഷിക്കാനല്ലേ വന്നത്? എടേ കിട്ടി കള്ളന്മാരെ കണ്ടാണ് പേടിച്ചു വരണ്ട് നിൽക്കുന്നത്. നമ്മൾ വന്നില്ലേ, ഇനി അവള് പേടിക്കില്ല. സംശയമുണ്ടോ? നീ ആരെയാ കള്ളന്ന് പറഞ്ഞേ? ഞങ്ങളെ കള്ളന്നല്ല കുഞ്ഞളിയ, ഇവര് കള്ളന്മാരല്ല, കൊള്ളക്കാരാ. കൊല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നേ? നീ പേടിക്കണ്ട കിറ്റി, ഞാൻ നിനക്ക് അവിടെ ജീവനം തരും. പക്ഷെ നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഇവരെയൊക്കെ ഞാൻ തന്നെ വിളിപ്പിച്ചത്. ഇതെന്തുവാ? നീ കള്ളന്മാരെയൊക്കെ വിളിച്ച് നിന്റെ വീട്ടിൽ തന്നെ മോഷണം നടത്താൻ പോവാണോ? എടാ ഞങ്ങൾ കള്ളന്മാരല്ലേ. അതെ, ഇന്ന് സാറ് വീട്ടിലില്ല, പുറത്തു പോയിരിക്കല്ലേ. അതുകൊണ്ടാ മസ്കറേഡ് പാർട്ടിക്ക് വിളിച്ചത്. അല്ല, ഇതെന്തോന്ന് റെഡ് പാർട്ടി? റെഡ് ആയിട്ടൊന്നും കാണുന്നില്ലല്ലോ. സംശയമുണ്ടോടേ? അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അത് റെഡ് പാർട്ടി അല്ല, മസ്ക്യൂറേഡ് പാർട്ടിയാ. ലൈക്ക് കോസ്റ്റ്യൂം പാർട്ടി. പുറത്തു പോകുന്നുണ്ടോ? ഗെറ്റ് ഔട്ട്. മൊത്തത്തില് മൂഡ് ഔട്ടായി. സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. ഹണിയും ബണിയും കിട്ടിയുടെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ പാർട്ടിയിൽ നമ്മെ അവൾ വിളിച്ചിട്ടേ ഇല്ല. ബണ്ണി, നമുക്കും ഒരു പാർട്ടി നടത്തണം. നടത്താം. ശരി വാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ണിയപ്പവും കട്ടൻ ചായ ഇട്ട് വെക്കാം. വന്ന് കഴിക്ക് വാ. ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് കിറ്റിയോടൊപ്പം പാർട്ടി നടത്തണം. പക്ഷെ എങ്ങനെ? അവളാണെങ്കിൽ നമ്മളെ വിളിച്ചിട്ടേ ഇല്ലല്ലോ. നമ്മുടെ ഗേറ്റ് ക്രാഷ് ചെയ്യും. യെസ്. സംശയമുണ്ടോ? എനിക്കൊരു സംശയമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഗേറ്റ് ക്രാഷ് ചെയ്യണമെങ്കിൽ രാവിലെ കന്ന സാറ് പൊളിഞ്ഞുപോയ ഗേറ്റിന്റെ പേരിൽ മാഡവുമായി പ്രശ്നം ഉണ്ടാക്കില്ലേ? എന്റെ അമ്മോ, പൂച്ചയുടെ രൂപത്തിലുള്ള കഴുതേ. ഗേറ്റ് ക്രഷ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ആരും അറിയാതെ നമ്മൾ പാർട്ടിക്കകത്ത് പോകുന്നതാ. അതെ, അതാണ് കാര്യം. പിടിക്കപ്പെടാതിരിക്കാൻ വഴിയുണ്ട്. നമ്മുടെ മുഖം നമുക്ക് മാറ്റിട്ട് പോവാം. പക്ഷേ മുഖം എങ്ങനെ മാറ്റാൻ പറ്റും? വേറെ ആരുടെങ്കിലും മുഖം നമുക്ക് കടം തരോ കൊച്ചളിയ? ഒരു മിനിറ്റ്, എന്നോട് ഉത്തരം പറ. ഒരു പാർട്ടിക്ക് വേണ്ടിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാണോ പറയുന്നത്? ഹലോ
കൊച്ചളിയ അവൻ നമ്മളെ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടുന്ന് മുങ്ങാം, അല്ലെങ്കിൽ അവന്മാര് ചളുക്കും. ആ എടേ, പാർട്ടിയിൽ ഒരാൾ മറ്റൊരാളോട് ഹലോ പറയോടെ, സംശയമുണ്ടോ? അതെയോ? പക്ഷെ നമ്മൾ ഇതുവരെ തമ്മിൽ ഹലോ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഒന്നിച്ചല്ലേ വന്നിരിക്കുന്നത്. നീ ഇവിടെ വന്ന് വീണ്ടും മണ്ടത്തരങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. നിങ്ങൾ എല്ലാരും കൂടി എന്നെ കഴുതേന്ന് പറയാണല്ലേ. ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടി. ഞാൻ പൂച്ചയല്ല, കഴുതയാ, കഴുത. എടാ നീ ചുമ്മാ ടെൻഷൻ ആവാതെ വാ, അടിച്ചു പൊളിക്കാം വാ. ഓയ്ഷ്. ഹായ്, യു ആർ വെരി സ്വീറ്റ്. ഒടുക്കത്തെ സൗന്ദര്യമാണ് നിനക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ സുന്ദരനല്ലേ, നോക്കിട്ടൊന്ന് പറ. നീ ആരുടെ ജയന്റെ ഡൂപ്പോ? നിന്റെ പ്രോബ്ലം എന്തോ അത് പറയടേ. എന്റെ പ്രോബ്ലം നീയാടാ, കാരണം നിന്റെ ഈ രൂപം എനിക്ക് ഇഷ്ടപ്പെടുന്നേക്കില്ല. ഓയ്ഷ്, 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 ഓയ്ഷ്. ഓയ്ഷ്, ഓയ്ഷ്. പോപ്പട്ടെ. അല്ല, നിനക്കിതെന്താ പറ്റിയത്? കൊച്ചി പിള്ളേരുടെ പുതിയ സ്റ്റൈലായത്, സംശയമുണ്ടോ? ഉം? ഓ, 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 ഓ. എന്റെ കുഞ്ഞളിയാ, ഇതെന്ത് ഡാൻസാ നീ കളിക്കുന്നേ? എന്റെ അളിയോ പൊന്നളിയോ, ഇതാണ് ബോൾ ഡാൻസ്, ബോൾ ഡാൻസ്. ഏ? പക്ഷെ ഇവരുടെ കയ്യിലാണെങ്കിൽ ബോളില്ലല്ലോ. ഏ? അളിയാ, ആ? എനിക്ക് കിറ്റിയോടൊപ്പം ഡാൻസ് കളിക്കണം, ഡാൻസ്. പക്ഷെ ഇവരുടെ ഇടയിൽ നിന്ന് നീ കിറ്റിയെ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ പൊന്നളിയോ, നിന്നെ കൊണ്ട് എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലേ, അതുപോലെ. ആ ഇപ്പൊ കണ്ടോ? ഏ? നീ ഒരു സൂപ്പർ ഡാൻസർ തന്നെയാ. താങ്ക് യു കിറ്റി, താങ്ക് യു. കിറ്റിയല്ല, ഐ ആം ലൂസി. അത് പോട്ടെ, നിന്റെ പേരെന്താ? മോഹൻലാൽ. ഹേയ്, യു ആർ എ ഗുഡ് ഡാൻസർ, ഗുഡ്. ഓ മൈ ഗോഡ്, ഇവൻ എന്നെ അപമാനിച്ചു. എന്തോന്ന്? ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അഭിനന്ദിക്കായിരുന്നു, അഭിനന്ദിക്കുക. വെക്കി, എനിക്ക് ശകലം പോലും ഡാൻസ് കളിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവൻ എന്നോട് വന്ന് പറഞ്ഞു ഞാനൊരു നല്ല ഡാൻസറാണെന്ന്. ഡംബോ, കഴുതേ. കഴുതെന്ന് പറയാ കുഞ്ഞളിയ. നമ്മളെ തിരിച്ചറിഞ്ഞു എന്നാ തോന്നുന്നേ. നമുക്ക് മുങ്ങാം, വാ. ആരാ ഇത്? മാസ്ക് കഴിക്കേ. കുഞ്ഞളിയ, മാസ്ക് മുഖത്തീന്ന് പോയി. ഇന്നാ ഇത് വെച്ചോ, അല്ലെങ്കിൽ അവര് കണ്ടുപിടിക്കും. ഓ നോ, ഹണി ബണ്ണി, യു വിളിക്കാതെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ ആക്ച്വലി നീ എന്നെ വിളിച്ചില്ല അല്ലേ, അതുകൊണ്ട് ഞാൻ വന്നതാ. നിങ്ങൾ എങ്ങനെ വിളിക്കും? ഇതൊരു ഹൈ പ്രൊഫൈൽ പാർട്ടിയാണ്, നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തത്. നീ എന്താണ് ഞങ്ങളെ പറ്റി കരുതിയത്? ഞങ്ങള് ഭിക്ഷക്കാരൊന്നല്ല, മനസ്സിലായോ? ഇതിൽ മനസ്സിലാക്കാനായിട്ട് എന്താ ഉള്ളത്? നിന്നെ പോലെയുള്ള ആൾക്കാർ ഇവിടെ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാ വരുന്നേ. ഞങ്ങൾ ഇവിടെ വരുന്നത് ഡാൻസ് കളിക്കാൻ വേണ്ടിയാ. അതൊന്നും നിനക്ക് അറിയില്ലല്ലോ. ഡേയ് ബുൾഡോസർ, നിന്നേക്കാൾ നന്നായി ഞങ്ങൾ ഡാൻസ് കളിക്കും. അതെയോ? എങ്കിൽ നമുക്ക് മത്സരിച്ച് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം. ഡൺ ഡൺ.
നോട്ട് ബാഡ്. നിങ്ങൾ ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അടുത്ത പ്രാവശ്യം ഏത് പാർട്ടി നടത്തിയാലും ശരി, ആദ്യത്തെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തന്നെയായിരിക്കും. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.